പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഒരിക്കൽ കൂടി എളിദാസിനെ അനുവദിച്ചോർത്ത് യേശു മഹാരാജൻ വീണ്ടും നന്ദിയും സ്തുതിയും സംഭവിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മൾ മണൽത്തിട്ടയെക്കുറിച്ച് പഠിക്കുകയാണ്. മണൽത്തിട്ടയും ജീവനുള്ള സ്ഥലവും. മണൽത്തിട്ടയിൽ ജീവനില്ല, ജീവനുള്ള സ്ഥലത്തേക്ക് നമ്മൾ മാറണം. അങ്ങനെ മാറുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട അത്ഭുതങ്ങൾ, നമ്മളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ, നമ്മിൽ ഉണ്ടാകേണ്ട അതിശയങ്ങൾ, നമ്മളിൽ ഉണ്ടാകേണ്ട ജ്ഞാനം, നമ്മളിൽ ഉണ്ടാകേണ്ട വിശുദ്ധിയുടെ ശക്തി, ഇതെല്ലാം വളരെ വ്യക്തമായി നാം അറിഞ്ഞിരിക്കണം. അറിഞ്ഞേ പറ്റൂ. അറിഞ്ഞില്ലെങ്കിൽ അറിയേണ്ട ഒരു സമയം കൂടെ നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ നമ്മൾ നിലവിളിക്കുകയും വിഷമിക്കുകയും ദുഃഖിക്കുകയും അസ്വസ്ഥപ്പെടുകയും വിയർക്കുകയും ഒക്കെ ചെയ്യും. അതിനേക്കാൾ എത്രയോ നല്ലതാണ് സർവശക്തനായ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ അറിയിപ്പുകൾ, യേശുക്രിസ്തുവിൻ്റെ വചനം, ആ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന രഹസ്യങ്ങൾ, ജ്ഞാനം, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ജീവിതത്തെ ക്രമീകരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും മഹത്തായ സംഭവം. കാരണം യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് പടിവാതിക്കലാണെന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. 2027 ആഗോള യുദ്ധ തുടക്കം, 33 യുഗാന്ത്യം, അതിൻ്റെ ഇടയ്ക്കെല്ലാം ഈ ലോകത്തിൻ്റെ എല്ലാ നാശവും നഷ്ടവും സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അത് വലിയ ദുരന്തങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ ഒന്നാമതായി യേശുക്രിസ്തുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരുക്കത്തിൻ്റെ ഒന്നാം ഘട്ടത്തിലെ ഒന്നാമത്തെ ഘടകത്തെ ഞാൻ പറയുകയാണ്. അതിൽ ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്ന ഒന്ന് വൈദ്യുതി എന്ന് പറയും. അപ്പോൾ നമുക്ക് വൈദ്യുതി പെട്ടെന്ന് നമുക്കിപ്പോൾ ഇല്ലാതെയാക്കാൻ പറ്റുകയില്ല. കാരണം വെളിച്ചവും മറ്റു കാര്യങ്ങളും മറ്റ് ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ എന്നാൽ വലിയ യുദ്ധങ്ങളൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ ഗവൺമെൻറ് തന്നെ ബ്ലാക്ക് ഏരിയകൾ ഉണ്ടാക്കും, കറുത്ത ഏരിയ. ലൈറ്റുകളൊന്നും പാടില്ല, എല്ലാ ലൈറ്റുകളും ഓഫാക്കണമെന്ന് പറയുന്ന കാലം ഉടനെ വരുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. രണ്ടാമതായി ഞാൻ എന്ന വ്യക്തിയെ എങ്ങനെ ഒരുക്കണം എന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി നാം കാണേണ്ടത് മൊബൈൽ ഫോൺ എന്ന ഈ സംഭവത്തെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ മൊബൈൽ ഫോണിനെ സംബന്ധിച്ച് വിശുദ്ധ ഗ്രന്ഥം എന്തു പറയുന്നു? അപ്പോൾ ഇത് എഴുതിയ കാലം 2500-3000 വർഷങ്ങൾക്ക് മുമ്പ് മൊബൈൽ ഫോൺ ഇല്ലായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് മൊബൈൽ ഫോണിനെ കുറിച്ച് കർത്താവ് എഴുതി വെച്ചിരിക്കുന്നത്? അത് മൊബൈൽ ഫോണിനെ കുറിച്ച് തന്നെയാണോ, അതോ മറ്റെന്തെങ്കിലുമൊക്കെ ആണോ? ഇങ്ങനെയൊക്കെ നിരവധിയായ സംശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് സാത്താൻ ഇട്ട് വിളമ്പിത്തരും. അത് നമ്മൾ കോരി കുടിക്കുമ്പോൾ തോന്നി ഇതൊക്കെ എന്തൊക്കെയോ പറയുന്നതാണ്, ഇതിനകത്തുള്ള കഥയില്ലാന്ന് തോന്നിപ്പോകും. പ്രിയ സഹോദരങ്ങളെ, മൊബൈൽ ഫോണിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ 3000 വർഷങ്ങൾക്ക് എഴുതി വെച്ചിരിക്കുന്ന സക്കറിയ പറയുന്ന പുസ്തകം 5-ാം അധ്യായം 5-ാം തിരുവചനമാണ്. അത് എന്നെ ഏതോ ഒരു സാഹചര്യത്തിൽ ഒരു ക്ലാസ് തന്നിട്ടുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ അതൊന്ന് തൊട്ടുപോവുകയാണ്. ഏഫായ്ക്കത്തൊരു സ്ത്രീ എന്നാണ് അവിടെ അതിൻ്റെ ഹെഡിങ്. എന്നോട് സംസാരിച്ച ദൂതൻ മുമ്പോട്ട് വന്ന് ഈ പോകുന്ന എന്താണ് നോക്കുക എന്ന് എന്നോട് പറഞ്ഞു. എന്താണത്? ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, ചലിക്കുന്ന ഏഫ ആണത്. അത് ദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന അവരുടെ അകൃത്യമാണ്. ഏഫായുടെ ഈയം കൊണ്ടുള്ള മൂടി പൊക്കി അതിനുള്ളിലൊരു സ്ത്രീ ഇരിക്കുന്നു. അവൻ പറഞ്ഞു, ഇവളാണ് ദുഷ്ടത. അവൻ അവളെ ഏഫായുടെ ഉള്ളിലേക്ക് തള്ളിക്കൊണ്ട് മൂടി അടച്ചു. ഞാൻ വീണ്ടും നോക്കി, അതാ 2 സ്ത്രീകൾ പറന്നു വരുന്നു. അവർക്ക് കൊക്കിൻ്റേത് പോലുള്ള ചിറകുണ്ടായിരുന്നു. അവർ ഏഫായെ ആകാശത്തിലേക്ക് ഉയർത്തി. അവർ ഏഫായെ എവിടേക്ക് കൊണ്ടുപോകുന്നു? ഞാൻ ദൂതനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഷീനാർ ദേശത്ത് അതിനൊരു ആലയം പണിയാൻ പോകുന്നു. അത് പൂർത്തിയാകുമ്പോൾ ഏഫായെ അവിടെ പീഠത്തിൽ പ്രതിഷ്ഠിക്കും. ഇതിന് നമ്മൾ കേൾക്കുമ്പോൾ ഈ ഏഫ എന്നത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നിശ്ചിത അളവും തൂക്കവും കനവും വണ്ണവും ഉള്ളൊരു വസ്തുവാണ്. നമ്മുടെ മൊബൈൽ ഫോണും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്താണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. ഇവളാണ് ദുഷ്ടത എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? സക്കറിയ പ്രവാചകനോട് പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ്. പിതാവായ ദൈവം തന്നെ സംസാരിക്കുകയാണ്. എന്താണ് ഈ ദുഷ്ടത? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ വന്ന ഫോൺ കോളുകളിൽ ഏറ്റവും കൂടുതൽ കുടുംബകലഹം, കുടുംബനാശം, സഭയുടെ നാശം നമ്മൾ കേൾക്കുന്നുണ്ട്, അതിനെപ്പോഴും പറയുന്നില്ല. കുടുംബകലഹം, കുടുംബനാശം, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി ഡൈവോഴ്സിലേക്ക് പോയി. ഡൈവോഴ്സിലേക്ക് ഭാര്യ കൊണ്ട് ഡൈവോഴ്സ് ആദ്യം കൊടുത്തു, രണ്ടാമത് ഭർത്താവ് കൊണ്ട് കൊടുത്തു, ആദ്യം ഭാര്യ കൊടുക്കുന്നു, പിന്നെ ഭർത്താവ് കൊടുക്കുന്നു, പിന്നെ 2 പേരും ഒരുമിച്ച് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ എങ്ങനെയും വിവാഹം എന്ന വിശുദ്ധിയുടെ തലങ്ങളെ തകർക്കുക. അതിനുള്ള കാരണമായി അവരുടെ മുമ്പിൽ നിൽക്കുന്ന റിമോട്ട് കൺട്രോളാണ് മൊബൈൽ ഫോണുകൾ. അതിൻ്റെ ശരിയായ ഉപയോഗം അവർക്ക് സാധിക്കുന്നില്ല. കാരണം വിശ്വാസവും വിശുദ്ധിയും ജ്ഞാനവും ആ വ്യക്തിയിലില്ല. അശുദ്ധിയും മ്ലേച്ഛതയും ദുഷ്ടതയും ക്രൂരതയും വഞ്ചന പടർത്താനും കള്ളത്തരങ്ങൾ പറഞ്ഞു വരുത്താനും അത് ഉപയോഗിക്കുന്നുമുണ്ട്. അങ്ങനെ വരുമ്പോൾ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ കുറവ്,
പരസ്പരമുള്ള ധാരണയുടെ ബോധ്യത്തിൻ്റെ കുറവും ഇതെല്ലാം വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും അതോടൊപ്പം വലിയ കലഹത്തിലേക്ക് ഇത് വരികയും അങ്ങനെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുകയും ചെയ്യുന്നതിൻ്റെ മുഖ്യ വില്ലനും അതിൻ്റെ ഇപ്പോഴത്തെ സംഭവമായ ഒന്നാണ് മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവമായ കർത്താവ് എഴുതി വെച്ച വചനമാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്താണ് ദുഷ്ടത ഇരിക്കുന്നതെന്നും ഈ ദുഷ്ടതയാണ് ലോകം മുഴുവൻ കാണുന്നതെന്നും ഈ ദുഷ്ടത പരിണത ഫലമായി കുടുംബ ബന്ധങ്ങളെ, വിശുദ്ധിയുടെ തലങ്ങളെ, ജ്ഞാനത്തിൻ്റെ തലങ്ങളെ, സ്നേഹത്തിൻ്റെ തലങ്ങളെ, വിശുദ്ധിയുടെയും അറിവിൻ്റെയും തലങ്ങളെ ഇത് അശുദ്ധമാക്കുന്നുവെന്നും ഈ അശുദ്ധി ബന്ധങ്ങളിൽ, ആത്മീയ ബന്ധങ്ങളിൽ, ദൈവിക ബന്ധങ്ങളിൽ, ദൈവിക വചനത്തിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിക്കുന്നു. അതിലൂടെ സാത്താൻ നുഴഞ്ഞു കയറി അവരുടെ ജീവനെ, ജീവിതത്തെ, വിശുദ്ധിയെ, സത്യസന്ധതയെ, ദൈവിക പദ്ധതികളെ, ദൈവജ്ഞാനത്തെ എല്ലാം ഇല്ലാതാക്കുന്നുവെന്നും അതിൻ്റെ പരിണത ഫലമായി ബന്ധങ്ങൾ തകരുന്നുവെന്നും നാം പ്രത്യേകിച്ചൊന്നും ഇതിനെപ്പറ്റി ക്ലാസ് എടുത്ത് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒന്നാമത്തെ തലത്തിൽ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും അത് മണൽത്തിട്ടയാണോ അല്ലയോ എന്നറിയാനുള്ള കാര്യം, നമ്മുടെ കയ്യിൽ ആരുടെയൊക്കെ കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ടോ ആ വ്യക്തികളൊക്കെ മണൽത്തിട്ടയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ ശാസ്ത്രീയന്മാർ, പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെയോ സഭയ്ക്ക് പുറത്തുള്ളവരെയോ അല്ല ഇതിനകത്ത് അർത്ഥമാകും. പട്ടാള ഉദ്യോഗസ്ഥന്മാർ, മന്ത്രിമാർ, അങ്ങനെ ധാരാളം സഭയ്ക്ക് പുറത്ത് എത്രയോ ആളുകളുണ്ട്. അവർക്കെല്ലാം അത് ആവശ്യമാണ്. കാരണം കമ്മ്യൂണിക്കേഷൻസ് ആവശ്യമാണ്. സഭയ്ക്കുള്ളിലെ കാര്യമാണ് പറയുന്നത്. സഭയ്ക്കുള്ളിലെയും പ്രത്യേകിച്ച് കുടുംബത്തിനുള്ളിലെ കാര്യമാണ്. ഒരു വീട്ടിൽ 4 അംഗങ്ങളുണ്ട്, 4 മൊബൈൽ ഫോണുണ്ട്. 4 മൊബൈൽ ഫോണുകൾക്ക് ഒരാൾ ഏറ്റവും ചുരുങ്ങുന്ന 300 രൂപ ചിപ്പ് അടച്ചാൽ നാം എന്ന് പറഞ്ഞിട്ട് 1200 രൂപ വെച്ചിട്ട് എന്താണ് ഒരു വീട്ടിൽ നിന്ന് ഓരോ മാസം അടച്ചുകൊണ്ടിരിക്കുക. അതിന് കോടാനുകൂടി രൂപ നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ സഭയിൽ നിന്നും ദമ്പതികളിൽ നിന്നും ഉണ്ടാകുന്ന ഇത്തരം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിലൂടെ ആ ദാമ്പത്യ ജീവിതം മണൽത്തിട്ട നിറഞ്ഞ ഒരു ജീവിതം പോലെ ആകുന്നുവെങ്കിൽ അത് നാം എന്തു ചെയ്യണം? ഉടൻ തന്നെ ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ക്യാൻസർ രോഗത്തിന് ഡോക്ടറെ അടുത്ത് നിന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പുകവലിക്കുന്നുണ്ടല്ലേ? പുകവലിക്കുന്നുണ്ട്. പുകവലിയുടെ അടിസ്ഥാന കാരണം ക്യാൻസറിലേക്ക് മാറ്റും. അപ്പോൾ നിങ്ങൾ പുകവലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പുകവലി നിർത്തണം, എന്നാലേ നിങ്ങളുടെ ക്യാൻസർ മാറുകയുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഈ ക്യാൻസർ പിടിച്ച ഭാഗമെല്ലാം കൂടെ ഒന്ന് കണ്ടിച്ച് കരിച്ച് കളഞ്ഞൊന്ന് വൃത്തിയാക്കി വെക്കാൻ വേണം. എന്നാൽ തുടർന്ന് നിങ്ങൾ പുകവലി നിർത്തണം. പുകവലി നിർത്തിയാലേ നിക്കോട്ടിൻ ശരീരത്തിൽ കയറുന്നത് തടഞ്ഞാലേ ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നമ്മൾ ആദ്യം ചെയ്യുക? പ്രശ്നകലുഷിതമായ സംഭവം എന്താണോ അതിനെ എടുത്തുപേക്ഷിക്കുക എന്നതുപോലെ ആത്മാവിനെ ബാധിച്ച ക്യാൻസറാണ് ഈ കുടുംബ ശിഥിലീകരണം. അതിനെല്ലാം അടിസ്ഥാന കാരണം വിശുദ്ധിയുടെ തലങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, വിശുദ്ധിയുടെ തലങ്ങൾ ഇല്ലാതെയാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ശരിക്കും ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധിയുടെ തലങ്ങൾ തകരുന്നതിൻ്റെ കാരണമായി ഈ സംഭവത്തെ നമ്മൾ ഉപേക്ഷിച്ചേ പറ്റൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ക്രമീകരണങ്ങൾ ചെയ്യണം. ഇതിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത സിമ്പിളുകൾ, അത്യാവശ്യം കോളിങ്ങിനോ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഗൂഗിൾ പേയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ 1-2 സിമ്പിളുകൾ മാത്രം നിർത്തുക. ബാക്കിയുള്ള മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ടുള്ള ഉപയോഗം അങ്ങനെ ഒന്നെങ്കിൽ ഒരു ശക്തമായ ക്രമീകരണം, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും മണൽത്തിട്ടയായി മാറുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് വലിച്ച് എറിയാനുള്ളൊരു ആത്മീയ ശക്തി, ആത്മീയ പവർ എപ്പോഴും നമ്മൾ സംഘടിപ്പിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് നാം സ്വാംശീകരിച്ചേ പറ്റൂ. അങ്ങനെ സ്വാംശീകരിച്ചില്ല എങ്കിൽ നാം മണൽത്തിട്ടയായിട്ട് മാറും. നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവ്, ദൈവിക ജീവൻ നിലനിൽക്കുകയില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയണം. ഇനി ഇതിനെ സംബന്ധിച്ച്, ഈ മൊബൈൽ ഫോണിനെ സംബന്ധിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ പഴയ നിയമ ഗ്രന്ഥമാണ് നമ്മൾ വായിച്ചത്, കേട്ടത്, അതിൻ്റെ ഒരു വചനമാണ് കേട്ടത്. എന്നാൽ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ അല്ലെങ്കിൽ ഏറ്റവും അവസാനമായി സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ച ഒരു വചനം കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ വചനം കൂടി പഠിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ തീവ്രത എത്രമാത്രം എഴുതി വെച്ചിട്ടുണ്ട് ദൈവം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അത് വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം 4-ാം തിരുവചനമാണ്. സ്വർഗത്തിൽ നിന്ന് മറ്റൊരു സ്വരം ഞാൻ കേട്ടു,
എൻ്റെ ജനമേ അവിടുന്ന് ഓടിയ കേളുവിൻ, അല്ലെങ്കിൽ അവരുടെ പാവങ്ങളിൽ നിങ്ങളും പങ്കാളികളാകും. അവരുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. അപ്പം നമ്മുടെ പാപത്തിൻ്റെ അളവ്, അതിൻ്റെ പശ്ചാത്തലം, അതെല്ലാം ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. ആകാശത്തിൽ തന്നെ ഇതെല്ലാം ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ്. അത് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ടെലിവിഷൻ ഉപയോഗിച്ചും ഇങ്ങനെ ഓരോന്നോരോന്ന് റിപ്പോർട്ട് ചെയ്ത് താഴോട്ട് നമ്മൾ സിപ്പ് ചെയ്യാൻ തള്ളി മാറ്റുക എന്നൊക്കെ പറയുന്ന പോലെ എങ്ങനെ നോക്കിയാലും ഇതിൽ നിന്നെല്ലാം നമ്മുടെ ആത്മാവിന് വേണ്ടുന്ന ഒന്നുമില്ല. നമ്മൾ വിചാരിക്കും കുർബാന കൂടാമല്ലോ, തിരുവചനം കേൾക്കാമല്ലോ, ധ്യാനങ്ങളിനൊത്ത് കൂടാമല്ലോ. ഒന്നും ഒരു കാര്യമില്ല പ്രിയ സഹോദരൻ. അതൊന്നും നമ്മുടെ ആത്മാവിന് പോഷകമായി ഭവിക്കുകയില്ല. അതെല്ലാം അതിൻ്റെ ആത്മാവിന് എതിർ സംഭവമായിട്ട് വരികയും ചെയ്യും. കാരണം നമ്മൾ ധ്യാനം കൂടുകയോ മൊബൈലിൽ 2 വചനം കേൾക്കുക മാത്രമല്ല, ഇത് മറ്റു പലതും കാണുകയും കേൾക്കുകയും ചെയ്യും. അത് യാദൃശ്യമായിട്ട് സംഭവിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധിയുടെ തലങ്ങൾ നഷ്ടമാകും. അപ്പോൾ ഇത് പഴയ നിയമഗ്രന്ഥത്തിൽ നിന്നും വെളിപാട് ഗ്രന്ഥത്തിൽ നിന്നും നിങ്ങളെ എടുത്ത് ഞാൻ ഇത് ഉപദേശിക്കുന്നത് വെച്ചാൽ ഇതെല്ലാം ഉപേക്ഷിക്കണമെന്നും മാറ്റിവെക്കണമെന്നും തൊട്ടു നോക്കരുതെന്നും കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് തരികയാണ്. കാരണം ഈ ഉപദേശവും ഈ ക്ലാസ്സുകളൊക്കെ ഏതാനും മാസങ്ങൾ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒന്നുകിൽ ഞാൻ സ്വയം നിർത്തുകയോ അല്ലെങ്കിൽ നിർത്തേണ്ടി വരികയോ ഒക്കെ ചെയ്യും. ആഗോളതലത്തിലെ യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. അപ്പോൾ നിങ്ങൾക്കൊരു ഉപദേശം തന്ന് രക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒരു അഡ്വൈസിങ് എവിടെയെങ്കിലും തേടിയാൽ കിട്ടുകയുമില്ല. ആ പശ്ചാത്തലത്തിൽ നിങ്ങളിത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രമാത്രം ഈ രീതിയിൽ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന മണൽത്തിട്ടിയായി എൻ്റെ മനസ്സോ ശരീരമോ ആത്മാവോ. അപ്പോൾ ഇത് മൊത്തമായിട്ട് ഒരാൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വ്യക്തി മണൽത്തിട്ടിയായിട്ട് മാറാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് അത് ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. അതിനുവേണ്ടി കർത്താവ് എഴുതി വെച്ച വചനങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി യേശയ്യാപ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം, അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. യേശയ്യ 29:9 അവിടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വേണം. ദൈവമായ കർത്താവ് ഇത്തരം ചില പ്രശ്നങ്ങളെ കണ്ടിട്ട് എഴുതി വെച്ച വചനം ഇങ്ങനെയാണ്. യേശയ്യ 29:9 വിസ്മയാഭരിതരാകുവിൻ, നിങ്ങളെ തന്നെ അന്ധരാക്കുവിൻ, ഉന്മത്തരാകുവിൻ, എന്നാൽ വീഞ്ഞുകൊണ്ടാവരുത്, ആടി നടക്കുവിൻ, എന്നാൽ മദ്യപിച്ചിട്ടാകരുത്. കർത്താവ് നിങ്ങളുടെ മേൽ നിദ്രാലസ്യത്തിൻ്റെ നിശ്വാസം അയച്ചു. പ്രവാചകന്മാരാകുന്ന നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുകയും ദീർഘദർശിയായ നിങ്ങളുടെ ശിരസ്സുകൾ മൂടുകയും ചെയ്തു. ഈ ദർശനം നിങ്ങൾക്ക് മുദ്രിത ഗ്രന്ഥത്തിലെ വാക്കുകൾ പോലെ ആയിരിക്കുന്നു. ഇത് വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു, വായിക്കാൻ കഴിയില്ല എന്ന് അവൻ പറയുന്നു. ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ മൊബൈൽ ഫോൺ എന്ന വിഷയത്തെ സംബന്ധിച്ച് കർത്താവ് വിസ്മയാഭരിതന എന്ന് പറഞ്ഞാൽ ഈ വിഷയം എടുത്ത് ഇത് ഉപേക്ഷിക്കുക, ഇത് മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ വിസ്മയഭരിതരാകും. ഇതൊക്കെ എങ്ങനെ മാറ്റിവെക്കാൻ പറ്റും? ഇതൊക്കെ അത്യാവശ്യമുള്ള സാധനമല്ലേ എന്ന് ചിന്തിച്ചോളൂ. നിങ്ങളെ തന്നെ അന്ധരാക്കും. ഈ വിഷയത്തിൽ നാം നമ്മളെ അന്ധനാക്കണം. നാം നമ്മുടെ കണ്ണ് നമ്മൾ തന്നെ കെട്ടണം. നമ്മുടെ മനസ്സിനെ നമ്മൾ പിടിച്ചു കെട്ടണം. നമ്മുടെ ആത്മാവിനെ, മനസ്സിനെ, ശരീരത്തെ നമ്മൾ പിടിച്ചു കെട്ടണം. അന്ധരാക്കണം. ഇത് ഞാൻ കാണുകയില്ല, നോക്കുകയില്ല, ഇത് വേണ്ട എന്ന വ്യക്തമായ ഒരു തീരുമാനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ എടുത്ത് വെച്ചേ പറ്റൂ. വെച്ചില്ല എങ്കിൽ വെപ്പിക്കാനും ദൈവം പുറകെ വരുന്നുണ്ട്. അതുകൂടെ ഓർത്തിരുന്നു, കർത്താവ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങളെ തന്നെ അന്ധരാക്കുവിൻ, ഉന്മത്തരാക്കുവിൻ. അത് വേറെ ചില കാര്യങ്ങൾ വെച്ചാണ് പറയുന്നത്. എന്നാൽ വീഞ്ഞുകൊണ്ടാവരുത്. എന്നുവെച്ചാൽ നമുക്കൊരു ഉന്മാദം പിടിച്ച പോലെ ഒരു ആനന്ദത്തിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ നിമിഷം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നതുപോലെ ആക്കി മാറ്റുവിൻ. എന്നാൽ അത് വീഞ്ഞു കുടിച്ചിട്ടാവരുത്. വീഞ്ഞു കുടിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയില്ല, നമുക്ക് കിക്ക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേൾക്കാറില്ല. ചിലരൊക്കെ ആടുന്നു പാടുന്നു എന്ന് പറഞ്ഞ പോലെ ആകുവിൻ, എന്നാൽ അത് മദ്യം കഴിച്ചിട്ടാകരുത്. എന്നാൽ ആടി നടക്കുവിൻ, എന്നാൽ മദ്യപിച്ചിട്ടാകരുത്. കർത്താവ് നിങ്ങളുടെ മേൽ നിദ്രാലസ്യത്തിൻ്റെ നിശ്വാസം അയച്ചു. പ്രവാചകരാകുന്ന നിങ്ങളുടെ കണ്ണുകൾ അടക്കുകയും ദീർഘദർശിയായ നിങ്ങളുടെ ശിരസ്സുകൾ മൂടുകയും ചെയ്തു. ഈ ദർശനം നിങ്ങൾക്ക് മുദ്രിത ഗ്രന്ഥത്തിലെ വാക്കുകൾ പോലെ ആയിരിക്കുന്നു. ഇത് വായിക്കുക എന്ന് പറഞ്ഞ് വായിക്കാൻ അറിയാവുന്നതിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൻ പറയുന്നു, ഇത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു, ഇത് വായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, ഇത്തരം നിഗൂഢ രഹസ്യങ്ങളെ
നിങ്ങളുടെ മുമ്പിൽ ഇതുപോലൊരു ക്ലാസ്സിൽ കൂടെയൊക്കെ വെളിപ്പെടുത്തി തരണമെങ്കിൽ ഈ മുദ്ര പൊട്ടിച്ച് വായിക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായിട്ട് സംബന്ധിച്ച് നാം എങ്ങനെ ഒരുങ്ങണം, നമ്മുടെ മനസ്സിനെ ശരീരത്തെ എങ്ങനെ ഒന്ന് ഒരുക്കി വൃത്തിയാക്കി എടുക്കണം എന്നതിനെപ്പറ്റി ഇതുപോലെയുള്ള ക്ലാസ്സുകൾ, ഇതുപോലുള്ള മുദ്രിതമായ വാക്കുകൾ, വചനങ്ങൾ വായിച്ചുകൊണ്ട് പറഞ്ഞു തരണമെങ്കിൽ അത് വായിക്കാൻ അറിയാവുന്ന, അല്ലെങ്കിൽ മുദ്രിത ഗ്രന്ഥത്തിലെ മുദ്രകൾ പൊട്ടിക്കാൻ അറിയാവുന്ന ചില വ്യക്തികൾക്ക് മാത്രമേ ഇതിൻ്റെ രഹസ്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്ന് നിങ്ങളെ ഒരുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് കർത്താവ് പറയാണ്, വിസ്മയഭരിതരാകുവിൻ. ഈ മൊബൈൽ ഫോണ് എന്ന വസ്തു ഞാൻ ഉപേക്ഷിച്ച് എൻ്റെ ശരീരത്തെ മണൽത്തിട്ടയല്ലാതെ ദൈവത്തിൻ്റെ നിത്യജീവൻ്റെ നീർച്ചാലാകുന്ന തിരുവചനത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിറഞ്ഞ ഒരു ശരീരമുള്ള ഒരു വിശുദ്ധമായ നന്മയുടെ സ്ഥലമായി മാറ്റുവാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ട് ഇതിനെ വിസ്മയഭരിതരാക്കുവിൻ, ഇതിനെ ഉപേക്ഷിക്കുവിൻ, നിങ്ങളെ തന്നെ അന്ധരാക്കുവിൻ. ഈ വിഷയത്തിൽ ഞാൻ ഇത് ഉപേക്ഷിച്ചിരിക്കുന്നു, ഇത് ഞാൻ നോക്കുകയില്ല. ഞാൻ ഈ കാര്യത്തിൽ അന്ധനായിട്ട് മാറിയാലും, അല്ലെ മറ്റുള്ളവരുടെ ചൂഷണമോ കളിയാക്കലോ പ്രശ്നങ്ങളോ എന്തു വന്നാലും, എന്ത് അന്ധത ബാധിച്ചാലും എനിക്ക് പ്രശ്നമല്ല. ഞാൻ ഇതിനെ ഓർത്ത് ഉന്മത്തരാകുകയും ഇതിനെ ഓർത്ത് ഞാൻ ആടി നടക്കുകയും ചെയ്യും ആനന്ദത്തോടെ. ഇത് ഉപേക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളിലുണ്ടാകുന്ന വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഞാൻ ഇത് ഉപേക്ഷിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ആരെങ്കിലും പറയാണ്, സഹോദര അല്ലെ ബ്രദറെ, അല്ലെ നിങ്ങൾ എന്തുകൊണ്ടൊക്കെയാണ് മൊബൈൽ ഫോൺ എന്ന സാധനമൊക്കെ നിങ്ങൾ എന്താണ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാര്യം? അപ്പം നമുക്കൊരു ആത്മീയ സന്തോഷം തോന്നിയിട്ട് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവുമായി ബന്ധപ്പെട്ട് എൻ്റെ ശരീരവും മനസ്സും ഒരു മണൽത്തിട്ട പോലെ ആകാതെ, ഒരു ഉണങ്ങി വരണ്ട സ്ഥലം ആയി മാറാതെ, നിത്യജീവൻ്റെ നീർച്ചാലാകുന്ന നീർത്തടങ്ങൾ എൻ്റെ ആത്മാവിലേക്ക് വന്ന് ആ നീർച്ചാലിൽ നിന്ന് നിത്യജീവൻ്റെ നീർച്ചാൽ ഊറ്റി കുടിച്ച് ജീവനുള്ള മനുഷ്യരായിട്ട് മാറാൻ, നിത്യജീവനോട് ഒരുക്കപ്പെടുവാൻ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെ ഞാൻ രൂപാന്തരപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇതൊക്കെ വേണ്ടാന്ന് വെച്ചത്. അതിനാൽ ഞാൻ ആനന്ദിക്കുന്നു. ഉന്മത്തരാകുവിൻ, എന്നാൽ വീഞ്ഞു കുടിച്ചിട്ടാകരുത്. ആടി നടക്കുവിൻ, എന്നാൽ നിങ്ങൾ മദ്യപിച്ചിട്ടാകരുത്. കർത്താവ് നിങ്ങളുടെ മേൽ നിദ്രാലസ്യത്തിൻ്റെ നിശ്വാസം അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളിൽ കർത്താവ് നമ്മളെ നിദ്രയാക്കി കളയുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിന് പകരം ഈ കാര്യങ്ങൾ നമ്മൾ കണ്ണടച്ച് കളയുന്നു, നിദ്ര പോലെയായി മാറുന്നു. ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഞാൻ ഉറങ്ങിക്കിടക്കുന്നവനെ പോലെ ആയി മാറ്റുന്നു എന്ന് പറഞ്ഞ് ഇത് കാണാത്ത അവസ്ഥയിലേക്ക് മാറ്റുന്നു. അങ്ങനെ എൻ്റെ ശരീരത്തെ എന്താക്കി മാറ്റുന്നു? ജീവൻ്റെ ഉറവിടമാക്കി മാറ്റുന്നു. അങ്ങനെ ഒരുക്കപ്പെട്ട ഏതൊരു മനുഷ്യ ശരീരം, സ്ത്രീയുടെ പുരുഷൻ്റെ ആയിക്കോട്ടെ, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, സഭയ്ക്കുള്ളിലോ പുറത്തോ ആയിക്കോട്ടെ, ആ വ്യക്തിക്ക് നിത്യജീവൻ സർവശക്തനായ ദൈവം കൊടുക്കും. അതുകൊണ്ട് 2033 എന്ന സംഖ്യ കലണ്ടറിൽ അച്ചടിച്ചു വരുമ്പോൾ, യുഗം അവസാനിക്കുന്ന പശ്ചാത്തലം വരുമ്പോൾ, ഭൂമി മുഴുവൻ ആണവ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഭൂമിയിലെ വെള്ളവും ഭക്ഷണവും ഈ സസ്യങ്ങളിലെ ഇലകൾ വരെ ഇല്ലാതാവുകയും ഓക്സിജൻ ഭൂമിയിൽ നഷ്ടമാവുകയും അമിതമായി ചൂട് കൊണ്ട് വർദ്ധിക്കുകയും മനുഷ്യ ശരീരം വിണ്ടുപൊട്ടുകയും മനുഷ്യ ശരീരം പെണ്ണങ്ങൾ നിറഞ്ഞ് മരണത്തിനോട് യാചിക്കുകയും ചെയ്യുമ്പോൾ, അപ്പോൾ വെളിവാണിത് പറ്റിരിക്കണം, അപ്പോൾ മരണം നിന്നിൽ നിന്ന് ഓടിയകലും. നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കും, എന്നാൽ മരണം നിങ്ങളിൽ നിന്ന് ഓടിയകലും. അത്രമായ കൊടും പീഡകളും പ്രശ്നങ്ങളും ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ, ഏതാനും വർഷങ്ങളിലൂടെ സംഭവിക്കുമ്പോൾ, നിങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിന് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, ആത്മാവ് എന്തുപോലെ ആക്കാനാണ് കർത്താവ് വന്നിരിക്കുന്നത്? ഇത് നിദ്രാലസ്യമായ വ്യക്തിയെപ്പോലെ എന്ന് പറഞ്ഞത്, ഇത് കാണാത്ത വ്യക്തിയെപ്പോലെ നടക്കുന്നൊരു വ്യക്തിത്വത്തിന് ഉടമയായി ദൈവാത്മാവ് നിറഞ്ഞ വ്യക്തിയായി മാറിക്കൊള്ളുവൻ. അതുകൊണ്ട് ഈ മണത്തിട്ടയുടെ ക്ലാസ്സിനെ പറ്റി മുന്നോട്ട് പോകുമ്പോൾ ഒന്നാമത്തായി നാം ഉപേക്ഷിക്കേണ്ട ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ യേശയ്യാപ്രവചന പുസ്തകം 35-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ വന്നിരിക്കുന്ന വചനം കൂടെ നമുക്ക് നോക്കണം. ഇതുകൊണ്ട് അനുബന്ധിച്ചാണ് 35:9. അവിടെ ഇങ്ങനെയാണ്, രക്ഷിക്കപ്പെട്ടവർ മാത്രം. യേശയ്യാപ്രവചന പുസ്തകം 35:9 തിരുവചനം, രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ട് അകന്നു പോകും. പ്രിയപ്പെട്ടവരെ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്? യേശയ്യാപ്രവചന പുസ്തകം 35:9 തിരുവചനം കർത്താവ് പറയുകയാണ്, ഇങ്ങനെ നിദ്രാലസ്യത്തിന് ദിനം പോലെ
ഈ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി എൻ്റെ മനസ്സും ശരീരവും ആത്മാവും വിശുദ്ധിയും പരിശുദ്ധിയും കൊണ്ട് നിറച്ച് രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. അതൊരു വലിയ അത്ഭുതത്തിൻ്റെ നിമിഷമാണ്. 2034 ഫെബ്രുവരി 15 പകൽ 11 മണിക്കും 12 മണിക്ക് പ്രിയ സഹോദരങ്ങളെ, ഈ അത്ഭുതം സംഭവിക്കും. ലോകം അവസാനിക്കും, ഭൂമി കത്തി ചാമ്പലാകും, സൂര്യനും ചന്ദ്രനും ഇല്ലാതെയാകും. അപ്പോൾ അവിടെ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട ഇത്തരം ആളുകൾ ഗാനാലാപത്തോടെ സിയോൻ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും നിത്യസന്തോഷത്തിൽ, നിത്യ ആനന്ദത്തിൽ, നിത്യമഹത്വത്തിൽ അവിടെ ആയിരിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ വസ്തു, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന എൻ്റെ ഈ വസ്തുവാണ് എൻ്റെ ഈ മൊബൈൽ ഫോൺ. അത് ഞാൻ എൻ്റെ ക്ലാസ്സുകളുടെ ഒരു നിശ്ചിത ക്ലാസ് കൂടെ മുന്നോട്ട് പോവുകയുള്ളൂ. ആ ഒരു ക്ലാസ് കൂടെ മുന്നോട്ട് പോയ ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ആഹ്വാനം ചെയ്യും ഈ സമൂഹത്തോട്, അല്ലെങ്കിൽ എന്നെ ശ്രമിക്കുന്ന ശ്രോതാക്കളോട് ഞാൻ പറയും, ഞാൻ എന്ന വ്യക്തി ഈ മൊബൈൽ ഫോൺ ഇന്ന സമയത്ത് ഉപേക്ഷിക്കുന്നതാണ്. അതിനുശേഷം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യും. താല്പര്യമുള്ളവർക്ക് എന്നോട് കൂടി സഹകരിക്കാം. അങ്ങനെ താല്പര്യമില്ലാത്തവർക്ക് അവൻ്റെ സ്വാതന്ത്ര്യം പോലെ ജീവിക്കാം. അപ്പോൾ അങ്ങനെ ഉപേക്ഷിച്ച് രക്ഷിക്കപ്പെട്ടാൽ കർത്താവ് തരുന്ന അനുഗ്രഹമാണ്. രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും. അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അവരിൽ നിന്ന് അകന്നു പോകും. പ്രിയപ്പെട്ടവരെ, ഇത് ഈ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ കാണണം. ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അങ്ങനെ ഒരു 5-8 കാര്യങ്ങൾ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഓരോ ദിവസത്തെ ക്ലാസ് ആയിട്ട് എന്ത് ഉപേക്ഷിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടോ? ഇത് നിർമ്മിക്കപ്പെട്ട കാലവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സമയത്തും ഇത് ഉപയോഗിക്കുന്ന കാലഘട്ടത്തിലും മനുഷ്യരിലുണ്ടാകുന്ന അസ്വസ്ഥതകളും രോഗങ്ങളും ചിന്തകളും പ്രശ്നങ്ങളും കലുഷിതമായ ജീവിതവും മനുഷ്യൻ നയിക്കുന്ന പശ്ചാത്തലം ഭൂമിയിൽ വന്നിരിക്കുമ്പോൾ ഇതൊക്കെ മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവം ഇതിനെപ്പറ്റി എന്ത് പറഞ്ഞിരിക്കുന്നു? സർവശക്തനായ ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. ആ അറിഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊക്കെ എന്താണ്, എന്തിനു വേണ്ടിയാണ്, എപ്പോഴാണ് മാറ്റിവെക്കേണ്ടത്, എന്തിനു വേണ്ടി മാറ്റിവെക്കണം, അതിൻ്റെ പിന്നിലെ ആശയം, ലക്ഷ്യമെന്ത്, അതെല്ലാം ഞാനോട് പറഞ്ഞു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിനായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വവും തേടാം. സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വവും സ്നേഹവും ശക്തിയും പിന്തുണയും ഇല്ലെങ്കിൽ നമുക്കിത് സ്വന്തമായി ഉപേക്ഷിക്കുവാനോ സ്വന്തമായ ഒരു ആത്മീയ തലത്തിലേക്ക് വളരുവാനോ സാധിക്കുകയില്ല. ഒന്നുകിൽ എന്നെപ്പോലെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരെങ്കിലുമൊക്കെ വേണം, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയണം. അതല്ലെങ്കിൽ ഒരു പരിശുദ്ധാത്മ ശക്തി ഒരു പിന്നിൽ നിന്ന് തള്ളി നമ്മളെ ഒന്ന് മഹത്വത്തിലേക്ക് ഉയർത്തിയാൽ മാത്രമേ നമുക്കിതൊക്കെ വേണ്ട എന്ന് വയ്ക്കാൻ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ക്ലാസ്സിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ മൊബൈൽ ഫോൺ വാങ്ങിയെന്ന് ഒരിക്കലും നിങ്ങളോട് പറയണ്ടായി. ഈ ക്ലാസ് തീരുമ്പോൾ ഇത് എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയും ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപേക്ഷിക്കുന്നത്? കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ സിയോനിലേക്ക് ഗാനമാലോപിച്ച് സന്തോഷത്തിലേക്ക്, നിത്യസ്നേഹത്തിൽ, നിത്യബോധത്തിലേക്ക്, നിത്യ ആനന്ദത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്. അത് യാഥാർത്ഥ്യമാണോ എന്ന് അറിയുവാൻ നമുക്ക് 2027 ആഗോള യുദ്ധത്തിൻ്റെ തുടക്കത്തെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്ന്. വരും കാലങ്ങൾ ആഗോള യുദ്ധത്തിൻ്റെ ഭീകര യുദ്ധങ്ങളുടെ കാലഘട്ടമാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ലോകം ഒരു അന്തിമ യുദ്ധത്തിന് ഒരുങ്ങിയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നാം ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നതും. അതിനാൽ ബോധപൂർവം ഇതെല്ലാം ശ്രമിച്ച് യേശുക്രിസ്തുവിന് വരവിന് വേണ്ടി ഒരുങ്ങിയേക്കാമെന്ന് തീരുമാനിക്കുന്നവർ രക്ഷിക്കപ്പെടും. അവർ നിത്യമത്തിൽ പ്രവേശിക്കും. അതിനെ നമ്മെ ഒരു സമൃദ്ധം അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.